5 മിനിറ്റിനിടെ 2 സ്ഫോടനങ്ങളാണ് തൃപ്പൂണിത്തുറയിലുണ്ടായത്. 2 കിലോമീറ്റർ ചുറ്റളവിൽ വീടുകൾക്ക് നാശനഷ്ടമുണ്ടായി. വാഹനങ്ങളും കത്തിനശിച്ചു. ഭൂമികുലുക്കം ഉണ്ടായതുപോലെയാണ് തോന്നിയതെന്ന് ദൃക്സാക്ഷികൾ. 25 പേർക്കാണ് പരിക്കേറ്റത്. തൃപ്പൂണിത്തുറ സ്ഫോടനത്തിൽ പരിക്കേറ്റ 18 പേർ സർക്കാർ ആശുപത്രികളിലും 7 പേർ സ്വകാര്യ ആശുപത്രികളിലുമാണ് ചികിത്സയിലുള്ളത്. ഗുരുതരമായി പരിക്കേറ്റ 4 പേർ കളമശ്ശേരി മെഡിക്കൽ കോളേജിൽ ചികിത്സയിലുണ്ട്. ഇതിൽ ഒരാളുടെ നില അതീവ ഗുരുതരമാണ്. 5 പേര് അഡ്മിറ്റഡ് ആണ്. ഇന്റേണൽ ഇഞ്ചുറിയും സ്മോക്ക് കൊണ്ടുള്ള ഇഞ്ചുറി പിന്നെ ബ്ലാസ്റ്റിന്റെ ഇതൊക്കെയാണല്ലോ വരുന്നത്. അപ്പം ഇപ്പം മെഡിക്കൽ കോളേജിലെ ഒരാളുടെ സ്ഥിതി കുറച്ച് ഇതാണ്. സ്ഫോടനത്തിൽ വ്യാപക നാശനഷ്ടങ്ങളാണ് പ്രദേശത്തുണ്ടായത്. ഭൂമികുലുക്കം പോലെയാണ് ആദ്യം തോന്നിയത്. ഒന്നിനു പുറകെ ഒന്നായി 4 സ്ഫോടനങ്ങൾ. വീടുകളുടെ ജനൽ ചില്ലുകളും കല്ലുകളും തെറിച്ചു വീണു. ചില്ലുകൾ തറച്ചു കയറിയാണ് പലർക്കും പരിക്കേറ്റത്. പിന്നെ ഞങ്ങളുടെ എല്ലാം പൊട്ടി, ഗ്ലാസ് ഒക്കെ പൊട്ടി, പൊക്കത്തെ സീലിംഗ് ഒക്കെ പോയി, ഞങ്ങളുടെ ഡോറെല്ലാം പോയി, ഞങ്ങളുടെ വീട് മൊത്തം പോയി. എന്റെ ചേട്ടനെ ആശുപത്രിയിൽ നിന്ന് ഡിസ്ചാർജ് ചെയ്ത് കൊണ്ടുവന്ന് ഇരുത്തിയേക്കണതാ. ഇപ്പൊ മക്കള് മരുന്നിന് കൊണ്ടുപോയിട്ട് കൊണ്ടുവന്നേക്കണ. സ്ഫോടനം നടന്നതിന്റെ ചുറ്റുമുള്ള 15ഓളം വീടുകൾ തകർന്നു. വീടിനുള്ളിലെ സാധനങ്ങൾ ഉപയോഗശൂന്യമായി. സ്ഫോടനത്തിന്റെ അവശിഷ്ടങ്ങൾ പോലും 1/2 കിലോമീറ്ററോളം ദൂരം തെറിച്ചു വീണു. ഇന്നലെ താമസം തുടങ്ങിയ പുതിയ വീട് പോലും തകർന്നു. വലിയൊരു ശബ്ദത്തോടെയാണ് ആദ്യം കേട്ടത്. അത് ഞങ്ങൾ പുറത്തേക്ക് വന്നപ്പോഴത്തേക്കും പിന്നീട് വലിയ 2 ശബ്ദം. അപ്പോൾ അതോടെ കംപ്ലീറ്റ് വീടിന്റെ ചില്ലുകളും ജനലിന്റെ ചില്ലുകളും അതുപോലെ വാതിലും എല്ലാം നശിച്ചു. കഴിഞ്ഞ് ഇന്ന് നമ്മൾ താമസിക്കാനായിട്ട് സ്റ്റാർട്ട് ചെയ്ത് ഞങ്ങളുടെ സാധനങ്ങളെല്ലാം മേടിക്കാനായിട്ട് പുറത്തേക്ക് ഇറങ്ങുന്ന സമയത്താണ് ഇങ്ങനെ സംഭവിച്ചേക്കുന്നത്. ഇന്ന് മറുവിഭാഗം വെടിക്കെട്ട് നടത്താനിരിക്കെയാണ് അപകടം. റിപ്പോർട്ടർ, കൊച്ചി.